നമുക്ക് ഒരു പോർക്ക് വരട്ടിയത് കണ്ടാലോ. പോർക്ക് നന്നായി കഴുകിയെടുത്ത് കുക്കറിലിട്ട് വേവിക്കുന്നതിന് തൊട്ട് മുന്നേയായി അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇങ്ങനെ വെക്കുമ്പം പന്നി വേവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണവും ഒരു ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് മാറിക്കിട്ടും, നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള. അതിന് ശേഷമാണ് കുക്കറിനകത്തോട്ട് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം. അതിനുശേഷം സബോള വഴറ്റിയെടുക്കുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ മാത്രമാണ് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് പന്നി വെന്ത നെയ്യാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിനകത്തോട്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിനകത്തോട്ട് സബോളയും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടുന്നതിന് മുൻപേ ആയി നമുക്ക് ആദ്യം തന്നെ കുറച്ച് തേങ്ങ കൊത്ത് വറുത്ത് മാറ്റുന്നത് നല്ലതായിരിക്കും. ഞാൻ വിട്ടുപോയതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് വറുത്ത് ചേർത്തു. മസാലയായിട്ട് മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് വലിയ ജീരകം പൊടിച്ചതും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് വരട്ടിയെടുക്കാം. അതിനകത്തോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പന്നിയും കൂടിയിട്ട് വെന്ത് വരുമ്പോൾ, നന്നായിട്ട് വരണ്ട് വരുമ്പോൾ കുറച്ച് അധികം കുരുമുളക് പൊടിയും കൂടിയിട്ട് നമുക്ക്